വെൽക്കം ബാക്ക് ടു മൈ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്കിന്ന് മെട്രിക്സസ് നോക്കാം അല്ലേ. 2 ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് നമ്മൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ ടു റോസ് ആൻഡ് കോളംസ് 1 2 5 0 1 7 4 2 3 ഇവിടെ നമ്പർ 1 1 1 ഇങ്ങനെ ഇതാണ് റോ, ഇത് കോളം. ഇങ്ങനെ റോയിലും കോളത്തിലും അറേഞ്ച് ചെയ്ത് എഴുതുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ മെട്രിക്സിന് പ്രത്യേകിച്ചൊരു വാല്യൂ ഇല്ലേ. മെട്രിക്സ് ഹാസ് നോ വാല്യൂ, ഇറ്റ് ഈസ് ഓൺലി ആൻ അറേഞ്ച്മെൻറ്റ്. നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ ടു റോസ് ആൻഡ് കോളം. ഇതിൽ എത്ര റോസ് ഉണ്ട്? 1 2. ദിസ് ഈസ് ഫസ്റ്റ് റോ, ദിസ് ഈസ് സെക്കൻഡ് റോ, ദിസ് ഈസ് തേർഡ് റോ അല്ലേ. കോളം, ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ഫോർത്ത് കോളം. ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് എത്ര റോ ഉണ്ടെന്ന് നോക്കുക, 3. പിന്നെ എത്ര കോളം ഉണ്ടെന്ന് എഴുതുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എഴുതുന്നത് ഇൻറ്റു ആണ്, പക്ഷെ വായിക്കുന്നതോ 3/4 മെട്രിക്സ്. 3/4 മെട്രിക്സ് ഇങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. 3/4. നമ്പർ ഓഫ് എലിമെൻറ്റ്സ് എത്ര കിട്ടും? നമ്പർ ഓഫ് എലിമെൻറ്റ്സ് 3 × 4 12. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മുതലാണ് കൂടുതലും കുട്ടികൾക്ക് പ്രയാസമുള്ളത്. 24 എലിമെൻറ്റ്സ് ഉള്ള ഒരു മെട്രിക്സിന് ഇതിൻ്റെ പോസിബിൾ ഓർഡേഴ്സ് എന്തൊക്കെയായിരിക്കും? 24 എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ പോസിബിൾ ഓർഡേഴ്സ് എന്തായിരിക്കാം? നമുക്കറിയാം ഏതൊക്കെ രീതിയിലാണ് 24 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് നോക്കുക. 1 × 24 അല്ലേ. ഇപ്പോൾ 1/24 ഒരു ഓർഡർ വരാം. പിന്നെ അത് തിരിച്ചിടാമല്ലോ, 24/1. 2ൻ്റെ ടേബിളിലുണ്ടല്ലോ 24. 2 × 12, 12 × 2. 2 വായിക്കുന്നത് 2/12, 12/2. 3/8, 8/3. 4/6, 6/4. ഇപ്പോൾ ഇതേ സ്ഥാനത്ത് 24ൻ്റെ സ്ഥാനത്ത് ഒരു പ്രൈം നമ്പർ ആയിരുന്നു വന്നിരുന്നെങ്കിലോ, ഇപ്പോൾ 11 നമ്പേഴ്സ് ഉള്ള ഒരു മെട്രിക്സ്, 11 എലിമെൻറ്റ്സ് ഉള്ള ഒരു മെട്രിക്സിൻ്റെ പോസിബിൾ ഓർഡേഴ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ 2 ഓർഡേഴ്സേ വരത്തുള്ളൂ. ഏതൊക്കെയാണ്? 1/11, 11/1. നമ്പർ ഓഫ് എലിമെൻറ്റ്സ് പ്രൈം നമ്പർ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഓർഡേഴ്സ് എത്രയേ കാണത്തുള്ളൂ? ഓൺലി 2 ഓർഡേഴ്സ്, 1/11 ആൻഡ് 11/1. പിന്നെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കൺസ്ട്രക്റ്റ് ഈ ഒരു ഫോം 3/2 മെട്രിക്സ് അല്ലെങ്കിൽ 2/3 മെട്രിക്സ് അല്ലെങ്കിൽ 3/4 മെട്രിക്സ് അങ്ങനെയൊക്കെ ചോദിക്കാം. 3/2 മെട്രിക്സ് എലിമെൻറ്റ് AIJ. AIJ എന്നൊക്കെ നമുക്ക് തരുന്നത് ജനറലായിട്ട് ഒരു എലിമെൻറ്റ് തരുന്നതാണ്. അപ്പോൾ മെട്രിക്സിനെയൊക്കെ നമുക്ക് മെട്രിക്സ് AIJ അതിൻ്റെ ഓർഡർ നമുക്ക് എലിമെൻറ്റ് വെച്ചിട്ട് പറയുന്നതാണ്. AIJ ½ × mod I - 3j ഇങ്ങനെയൊക്കെ ചോദിക്കാം. 3/2 മെട്രിക്സിൻ്റെ നമ്മളെപ്പോഴും മെട്രിക്സിന് ഒരു പേര് കൊടുക്കും. പേരില്ലെങ്കിൽ നമുക്കൊരു പേര് കൊടുക്കും, ക്യാപിറ്റൽ ലെറ്റേഴ്സ്. 3/2 എത്ര റോസ് ഉണ്ട് ഇവിടെ? 3 റോസ്. എത്ര കോളം? 2 കോളംസ്. A11 ഫസ്റ്റ് റോ, ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ, സെക്കൻഡ് കോളം. അപ്പോൾ ഇവിടെ 2 ആണ്. അപ്പോൾ ഇവിടെയും 2 എത്തിക്കഴിഞ്ഞ് നമ്മളിവിടെ വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. ഇനി അടുത്ത റോ, സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യുക. A21, A22. ഇവിടെ തേർഡ് റോ വരെ ഉണ്ടല്ലേ. A31, A32. ഒരു 3/2 മെട്രിക്സിൻ്റെ ലാസ്റ്റ് നമ്മൾ ജനറൽ ഫോം എഴുതിയിട്ട് ലാസ്റ്റ് എലിമെൻ്റ് എപ്പോഴും എഴുതി വന്ന് സ്റ്റോപ്പ് ചെയ്യും? A32. അപ്പോൾ ഇത് 2/3 ആയിരുന്നെങ്കിൽ ഇവിടെ ഏത് എലിമെൻറ്റ് വരും? A23. ഇനി ഇതിലെ ഓരോ എലിമെൻറ്റും ഈ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ കാണണം. A11 ½ × I - 3j. ഇവിടെ I എത്രയാണ്? 1.
3 into 1 minus 2 absolute value to 2/2 1. ഇങ്ങനെ നമ്മൾ ചെയ്യും. നമുക്ക് ഓരോ എലിമെൻ്റ് അങ്ങ് എടുത്തെഴുതി പോവാം. 2/2 1. ഇനി I1 3 2 J2 3 into 2 എത്ര 6. 1 minus 6 -5 absolute value 5 5/2. 2 1 I2 J1 2 minus 3 minus 1 absolute value 1 1/2 into 1. 2 2 I2 J2 3 into 2 6. 2 minus 6 -4 -4/2 -4 absolute value 4 4/2. 3 1 I3 J1 3 minus 3 0 0/2 0. 3 minus 6 3 into 2 6 3 minus 6 minus 3 absolute value 3. ഡെസിമൽ ഒന്നും ആക്കണ്ട, നിങ്ങൾ ഈ തന്നിരിക്കുന്ന കണ്ടീഷൻ വെച്ച് എങ്ങനെ നിങ്ങൾ മെട്രിക്സ് ഫോം ചെയ്യും അതാണ് ഉദ്ദേശിക്കുന്നത്. അത് 5/2 ഒക്കെ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സസ് ഉണ്ട്. റോ മെട്രിക്സ്. റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മെട്രിക്സ് തൊള്ളി 1 റോ, ഒറ്റ റോയെ വരാവും. അതിനൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. only 1 row 1 2 3 4 1/4 മെട്രിക്സ്. ഇപ്പോൾ റോ മെട്രിക്സിൽ എന്തായിരിക്കും only 1 റോ. കോളം മെട്രിക്സ് എന്തായിരിക്കും only 1 കോളം 1 2 3 4. ഫസ്റ്റ് റോ സെക്കൻഡ് റോ തേർഡ് റോ ഫോർത്ത് റോ only 1 കോളം 4/1. ഇപ്പോൾ കോളം മെട്രിക്സിനാകുമ്പോൾ ഒരു കോളം, റോ മെട്രിക്സിനാണെങ്കിൽ ഒരു റോ. സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സിലാണെങ്കിൽ നമുക്കറിയാം സ്ക്വയർ എന്ന് പറഞ്ഞാൽ ലെങ്തും ബ്രെഡ്ത്തും ഈക്വൽ. മെട്രിക്സിലാകുമ്പോഴോ നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. വൺ ടു ത്രീ 0 1 അല്ലെ 0 -1 7 8 4 3. സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 എന്ന് മാത്രം പറഞ്ഞാലും മതി. ഇപ്പോൾ 3/3 രണ്ടും 3 ആയതുകൊണ്ട് സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 എന്ന് മാത്രം പറഞ്ഞാലും മതി. ഇതിൽ ഇത്രയും എലിമെൻസിനുള്ള ഒരു പേരുണ്ട്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം, 1 -1 3. ഈ എലിമെൻസിന് പറയുന്ന പേരാണ് ഡയഗണൽ എലിമെൻറ്റ്സ്. മെയിൻ ഡയഗണൽ എലിമെൻറ്റ്സ്. നമ്മൾ ഇങ്ങനെ എടുക്കൂല, ഇങ്ങനെ മാത്രം. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം, A11 A22 A33. അത് നോക്കിയാൽ മതി. അപ്പം അങ്ങനെയുള്ള എലിമെൻറ്റ്സിനോട് എന്താ പറയുന്നത്? ഡയഗണൽ എലിമെൻറ്റ്സ്. ഇനി ഡയഗണൽ മെട്രിക്സ് പറയാം. ഡയഗണൽ മെട്രിക്സ് ആയിരിക്കണമെങ്കിൽ അതെന്തായിരിക്കണം? ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. All diagonal elements are not equal to 0, 3, 5, 7. All other elements are 0. 3, 5, 7 not equal to 0. ഇതാണ് ഡയഗണൽ മെട്രിക്സ്. ഇനി ഇത് സ്കെയിലാർ മെട്രിക്സ് ആകണമെങ്കിൽ ഈ ഡയഗണൽ എലിമെൻറ്റ്സ് എല്ലാം സെയിം ആയാൽ മതി, ഒരേ നമ്പർ വന്നാൽ മതി. ഇതിൽ നമുക്കൊരു ചെറിയ ചേഞ്ച് വരുത്തിയത് എന്തായിട്ട് മാറും? സ്കെയിലാർ മെട്രിക്സ് ആണ് കേട്ടോ. ഡയഗണൽ എലിമെൻറ്റ്സ് എല്ലാം സെയിം ആയി. ഐഡൻറ്റിറ്റി മെട്രിക്സ്.
നമ്മൾ I3 ഷോർട്ട് ഫോം ഇങ്ങനെയൊക്കെ എഴുതിയ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്തായിരിക്കണം? അതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. I3 എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3. ഇവിടെ ഡയഗണൽ എലിമെൻറ്റ്സ് 1 തന്നെ ആയിരിക്കണം. 1 0 0 0 1 0 0 0 1. അതുപോലെ നമ്മൾ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, മെട്രിക്സ് എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെ എഴുതണം. കാരണം വെറുതെ നമ്മളൊരു വര ഇട്ട് കഴിഞ്ഞാൽ ഇതെന്താവും? ഡിറ്റർമിനൻ്റ് ആവും. അതുകൊണ്ട് മെട്രിക്സ് എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ഇങ്ങനെ എഴുതാൻ പാടില്ല. ഇതെപ്പോഴും നമ്മൾ പല പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. I3 I2. I2 മീൻസ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2. 1 0 0 1. ഡയഗണൽ എലിമെൻറ്റ്സ് എപ്പോഴും 1 ആയിരിക്കണം. ബാക്കി എലിമെൻറ്റ്സ് എല്ലാം എന്തായിരിക്കണം? 0. പിന്നെ നൾ മെട്രിക്സ് ഓർ സീറോ മെട്രിക്സ്. പിന്നെ അതിൽ ഏത് ഓർഡർ ആണെങ്കിലും എല്ലാ എലിമെൻറ്റും എന്തായിരിക്കണം? 0. സീറോ 0 0 0 0 ഇതെല്ലാം എന്താണ്? സീറോ മെട്രിക്സ്. 0. നമുക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എല്ലാം നമുക്ക് ഓപ്പറേഷൻസ് എല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ. ഓക്കെ. ശബരിമലയൊക്കെ ദർശനത്തിന് പോയിരുന്നുകൊണ്ട് വീഡിയോ ഇടാൻ സാധിച്ചില്ല. 3-4 ദിവസം ഗ്യാപ്പായിപ്പോയി. എല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.